ഹായ് ഫ്രണ്ട്സ്, എവർക്കും ബക്കോസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ട് കട്ട്ലറ്റ് ആണ്. ചക്ക കൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നമ്മുടെ സ്വന്തം ഷിൻസ് മച്ചാൻ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചക്ക കൊണ്ട് കട്ട്ലേറ്റ് ആണ്. നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കണം. ഫസ്റ്റ് ചക്കയുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ മസാല ഉണ്ടാക്കി കഴിഞ്ഞ് വേണം. ഇതിപ്പോൾ നമ്മളിവിടെ ചക്ക ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഉപ്പ്, ചിക്കൻ പൗഡർ ഇതിലാണ് ആക്കുന്നത്. ഫസ്റ്റ് ഇഞ്ചി ഇട്ടു. നമ്മൾ കഴിഞ്ഞ് അടുത്തിടുന്ന വെളുത്തുള്ളി ഇട്ടാൻ പോണ്. പച്ചമുളക്, ഇടുന്ന കരിയാപ്പിലയാണ്. ഫസ്റ്റ് ചിക്കൻ പൗഡർ, മുളക് പൊടി, അടുത്ത നമ്മളിടുന്ന മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി സ്വല്പം ഇട്ടാൽ മതി, കല്ല് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് സ്വല്പം ഇട്ടാൽ മതി. അപ്പം നമ്മളെല്ലാം മസാല എല്ലാം ഏകദേശം ഇട്ട് കഴിഞ്ഞു. ഇത് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ്. നമ്മളിടുന്നത് ഇത് 2 ഉരുളക്കിഴങ്ങാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇനി അടുത്ത് ഇട്ടേക്കുന്ന ഉരുളക്കിഴങ്ങാണ്. നമ്മൾ ഇനി ഇടുന്നത് ചക്കയാണ്. ചക്ക പുഴുങ്ങി വെച്ചേക്കുന്ന ചക്കയാണ്. നമ്മൾ ഇനി ഇതൊന്ന് ഇട്ട് മിക്സാക്കി എടുക്കുന്നേ ഉള്ളൂ. ഉപ്പ് ആവശ്യത്തിന്. അപ്പം നമ്മൾ ഇത് ഉണ്ടോ, ചക്ക ഇപ്പം നല്ല മിക്സ് ആയിട്ടുണ്ട്. കട്ട്ലേറ്റ് ആക്കാനായിട്ട് നല്ല കുഴഞ്ഞ് നല്ല പാകത്തിനായി നല്ല വെന്ത് നല്ല മിക്സായി മസാലയൊക്കെ ഇട്ട് നമുക്കിനി ഇത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് തണുക്കാൻ വെക്കാം. ഇത് തണുക്കാൻ എന്നിട്ട് നമ്മളിത് പിടിച്ച് റെഡിയാക്കി എടുക്കാണ്ട് ഒരു 10 മിനിറ്റ് തണുക്കാൻ വെക്കാം. നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് മുട്ടയുടെ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മുട്ടൻ്റെ വെള്ളം ഇപ്പോൾ പൊട്ടിക്കുന്നത്. വെള്ളം മാത്രം മതി, നമുക്ക് മഞ്ഞ വേണ്ട. നമ്മൾ മുട്ടൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് റസ്കിൻ്റെ പൗഡറാണ്. ഇത് റസ്കിൻ്റെ പൊടിയാണ്. നമ്മൾ സാധാ കടയിൽ നമ്മൾ റസ്ക് മേടിച്ചിട്ട് ഞാൻ മിക്സിക്കകത്തിട്ട് അടിച്ച് പൊടിച്ചെടുത്തേക്കുന്നതാണ്. ഇതിപ്പോൾ മറ്റേ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകണം. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ട് ഉണ്ടയാക്കുന്നതാണ്. ഉണ്ടയാക്കി പരത്തി നമുക്ക് ഏത് ഷേപ്പ് വേണം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കാം. നമുക്ക് എന്ത് ചിഹ്നമോ ഏത് ഷേപ്പ് വേണം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കാം. നമ്മളിപ്പോൾ ഇത് സാധാ ഒരു റൗണ്ട് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓയിൽ ഒഴിക്കുവാണ്. നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഓയിൽ ചൂടാകേണ്ട ചെറിയൊരു താമസം, ഒരു 5 മിനിറ്റ് കൊണ്ട് ഓയിൽ ചൂടായി നമ്മൾ റെഡിയാണ്. അപ്പോൾ നമ്മൾ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ഫസ്റ്റ് മുട്ടേൻ്റെ വെള്ളം എടുത്ത് വെച്ചാൽ നമ്മൾ മുട്ടയുടെ വെള്ളയിൽ ഇതൊന്ന് മുക്കുവാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ റസ്കിൻ്റെ പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ചെറിയ തീ മതി, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ചെറിയ തീ മതി എണ്ണ ചൂടായി കഴിഞ്ഞാൽ. നമുക്ക് 4 എണ്ണ നമ്മുടെ ചട്ടിക്കകത്ത് പോകത്തുള്ളൂ. ഫസ്റ്റ് നമ്മൾ ചെറിയ തവയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ചക്ക കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി ലാസ്റ്റാണ്, തീരാൻ പോവാണ്. ലാസ്റ്റ് കട്ട്ലേറ്റാണ് ഒരു ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഉണ്ടാക്കാൻ നമുക്ക് വലിയ കാശ് മുടക്കില്ല, ചെറിയ കാശ് മുടക്കിലാണ് നമുക്ക് എല്ലാവരും വീട്ടിലുണ്ടാക്കണമെന്നാണ്. ഇനി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാം കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മുടെ കഴിഞ്ഞപ്പോൾ ലാസ്റ്റത്തെയാണ് നമ്മൾ ആയി എടുക്കാൻ പോവാണ്. നമ്മുടെ സാധനം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിതിപ്പം ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല, നമ്മൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് നമുക്ക് ഒരു 10-20 പീസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നമ്മുടെ കട്ട്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കട്ട്ലേറ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മുടെ മകേഷും നമ്മുടെ മിഥുനും വന്നിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മളിവിടെ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കിയത് ചക്ക കൊണ്ടാണ്. ഇന്നുണ്ടാക്കിയ ഈ പ്ലാവേലെ ചക്ക പറിച്ചിട്ട് തന്നെയാണ് നമ്മളിന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കിയത്. ഇനി ഇനി നിൽപ്പുണ്ട് ഒരു 5-6. ഈ കർക്കിടകം വരെ തിന്നാനുള്ള ചക്ക നമുക്ക് ഇനി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇനി ഇതുപോലെ പുതിയ നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിരിക്കും. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് മകേഷിനെ മിഥുനെ ക്ഷണിക്കാം. എടുത്ത് കഴിക്കേ. ഞങ്ങൾക്ക് വളരെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു ഐറ്റമാണ്. പൊളിച്ചു. സൂപ്പർ സാധനമാണ്, പൊളി, നല്ല ടേസ്റ്റും ഉണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ ചക്ക കട്ട്ലറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പക്രൂസ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.